ലക്ഷക്കണക്കിന് അമ്മമാരുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാല. ഭക്തിയുടെ നിറവിൽ നഗരവീഥികളിൽ അവർ തീർക്കുന്ന അടുപ്പുകൾക്ക് മുന്നിൽ വർഷങ്ങളായി തലസ്ഥാനം ഒരുങ്ങുന്നത് അങ്ങേയറ്റം ഭംഗിയോടെയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ കാഴ്ച അങ്ങനെയല്ല. പൊങ്കാലയ്ക്ക് പിന്നാലെ നഗരത്തിൽ നിന്നും ഉയരുന്നത് പരാതികളുടെ പെരുമഴയാണ്. ഡ്രെയിനേജ് പൊട്ടി മലിനജലം ഒഴുകിയ വഴികൾ, പൊങ്കാല ചൂളകൾക്കിടയിൽ അസഹനീയമായി ഉയർന്ന ദുർഗന്ധം, മഴയില്ലാതെ തന്നെ റോഡുകളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ. ഉത്സവത്തിന്റെ വ്യാപ്തിയും ജനസാന്ദ്രതയും വർഷങ്ങളായി നമുക്ക് സുപരിചിതമാണ്. ആ തിരക്ക് മുൻകൂട്ടി കണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമല്ലേ? എന്നാൽ ഇത്തവണത്തെ അനാസ്ഥ വിളിച്ചോതുന്നത് മുൻകരുതലുകളുടെ പൂർണ്ണമായ അഭാവമാണ്. ഇങ്ങനെ വൃത്തിയോട് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട് കാണുമ്പോൾ. കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഇത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. വെള്ളമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കൊക്കെ. നടക്കാനും തന്നെ പിന്നെ അടുപ്പൂട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ട് തന്നെയല്ലേ, ചെളിക്കത്ത് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഭരണം മാറുമ്പോൾ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളും മാറുമെന്നാണ് ജനം കരുതിയത്. പക്ഷേ മാറാത്തത് ഭരണകൂടത്തിന്റെ നിസ്സംഗത മാത്രമാണ്. പേര് മാറിയതുകൊണ്ട് മാത്രം കാര്യങ്ങളില്ലെന്ന് തെളിയിക്കുന്നതാണ് നഗരസഭയുടെ ഈ വീഴ്ച. വിശ്വാസത്തിന്റെ പേരിൽ എത്തുന്നവർക്ക് മാന്യമായ ഒരു അന്തരീക്ഷം പോലും ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണകൂടം? പിഴവുകൾ അംഗീകരിക്കുവാനും ഭാവിയിലെങ്കിലും ഇത്തരം ദുരവസ്ഥകൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര പരിഹാരങ്ങൾ നടപ്പിലാക്കുവാനും നഗരസഭ തയ്യാറാകണം. ജനങ്ങളുടെ വിശ്വാസത്തെയും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയും ഇനിയെങ്കിലും ഭരണകൂടം ഗൗരവമായി കാണേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.